ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കാരണം ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു ഇവിടെ ഷിർദി സായിയുടെ സമാധി സ്ഥലമല്ലേ, അവിടെ ഒന്ന് പോകണമെന്ന് കുറേ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സമയമൊക്കെ ഒത്തു വന്നു. നമ്മളതിനെ എത്ര നാൾ ആഗ്രഹിച്ചിരുന്നാലും അവിടുന്ന് നമുക്ക് വിളി വന്നാലേ അവിടെ പോയി ദർശനം കിട്ടുമെന്നുള്ളൊരു പറയുന്നുണ്ട് കേട്ടോ. അതൊരു കണക്കിന് ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളൊരു 3-4 മാസമായി അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിക്കാമെന്ന് വെച്ചിട്ട് കയറിയപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇതുപോലെ മനോഹരമായ കുറേ കാഴ്ചകൾ എനിക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയിട്ടാ. നമ്മുടെ ഇന്ത്യൻ്റെ പതാകയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്നേഹമാണ് കേട്ടോ എനിക്കൊക്കെ തോന്നിയത്. അപ്പോൾ എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫ്ലാഗൊക്കെ വാങ്ങി അവരുടെ വാഹനങ്ങൾക്കൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഇറങ്ങി. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ മതിലിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറേ മീനിങ് ഫുള്ളായിട്ടുള്ള പിക്ചേഴ്സൊക്കെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ മഴ ഇന്ന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി നല്ല മഴയാണേ. എന്നാലും വെയിൽ കണ്ടാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 5 മിനിറ്റ് നല്ല വെയിലാണെങ്കിൽ അന്ന് അവിടെ ഉണ്ടാവും നല്ല കനത്ത മഴ പെയ്യുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും ഏട്ടനുമാണ് കേട്ടോ കാറിൽ നമ്മളുള്ളത്. ഇപ്പോൾ ഒരുമിച്ച് അനിയനും അച്ചുമോനും കൂടി അവൻ്റെ ഹിമാലയൻ ഇല്ലേ അതിലാണ് കേട്ടോ പോകുന്നത്. അവനിപ്പോൾ ആ ഹിമാലയൻ വാങ്ങിയ പിന്നെ അച്ചുമോൻ എപ്പോഴും അതിൽ യാത്ര ചെയ്യാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും അതിൽ പോയി. ഞാനും ഏട്ടനും അമ്മയും കൂടി കാറിലാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷിർദി സായിൻ്റെ അമ്പലത്തിലത്തെ വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അമ്പലത്തിൽ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലുണ്ട്. പോകുന്ന വഴിക്ക് ഇതാ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പോകാൻ. ചാറ്റൽ മഴയും കോടമഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനിയനും അച്ചും വേറെ റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പം പുതിയൊരു റൂട്ട് ഒരു ഹൈവേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ ഇതാ അനിയനും അച്ചുമോനും കൂടി നമ്മുടെ എന്താ പറയുക ഫ്ലാഗൊക്കെ വാങ്ങിയത് നമുക്കിങ്ങനെ കൊണ്ടുതരുവാണേ. അവരവിടുന്ന് ഫ്ലാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് തന്നു. ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ സെയിം റൂട്ടിൽ യാത്ര ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു ഹൈവേയിൽ എന്ന് പറയുന്നത് 2 വീലേഴ്സിനൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ 4 വീലേഴ്സ് മാത്രമേ ആ ഒരു ഹൈവേയിലൂടെ പോകാൻ പറ്റുള്ളൂ. സമൃദ്ധി ഹൈവേ ആണത്. അപ്പോൾ അവർ രണ്ടുപേരും ഇനി വേറെ റൂട്ടിനായിരിക്കും ഷിർദിയിലേക്ക് എത്തുന്നുണ്ടാവൽ. നമ്മൾ ഈ ഹൈവേ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു യാത്രേൻ്റെ ഇടയിൽ എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരു അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് യാത്രയൊക്കെ പോകുന്നത് നമ്മുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ, അതുപോലെ ഒരുപാട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ആൾക്കാരുടെ ഒരു ജീവിതശൈലി, അതുപോലെയുള്ള അവരുടെ ഒരു സ്വഭാവങ്ങൾ, അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ കുറേ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് ഇപ്പോൾ ഏകദേശം ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു ഒരു 4 ടണലോളം ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഈ ഒരു ഹൈവേയിൽ. ഇതിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീവണ്ടി പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ ഒരു ഷിർഡിയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈവേ ആണ് കേട്ടോ ഇത്, സമൃദ്ധി എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ ഈ ഒരു റൂട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അധികം ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നൊരു റൂട്ടാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സമാധാനത്തിൽ രാവിലെ തന്നെ നല്ല ഭക്തി ഗാനമൊക്കെ വെച്ചിട്ട് ആയിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരുന്നേ. അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും ഒരു പുൽമേടുകളും അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമാണ് ഈ ഒരു ഹൈവേൻ്റെ 2 സൈഡിലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ 2ാമത്തെ ടണലിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 4 ടണലോളം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ രാവിലെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര, ഈ ഒരു റൂട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നേ. ഓരോരോ ടണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്നേ. പക്ഷേ അതിലൊരു ടണൽ ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം
പോകേണ്ട ഒരു വലിയൊരു ടണലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇതുപോലെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും അങ്ങനെ നമ്മളിതാ 3ാമത്തെ ടണലിലോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നിങ്ങൾക്കും ഞങ്ങളെപ്പോലെ ഇതുപോലെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണോ? അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ മുംബൈയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാണാൻ ആഗ്രഹമുള്ള പ്ലേസസ് ഉണ്ടോ? നിങ്ങളുടെ ഇപ്പം നമ്മുടെ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങളിതാ ഷിർഡിയിൽ എത്താനായിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള ഒരു പ്രവേശന ബോർഡ്സൊക്കെ ഇപ്പോൾ കാണാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് എന്താ പറയുക വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇതാണ് കേട്ടോ നമ്മൾ കാണുന്നതാണ് ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ പുറം വശം, അതായത് പുറത്തുനിന്ന് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ഈ ഒരു എന്താ പറയുക ആസ്പെറ്റോസ് പോലെയുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ലൈൻ പോലെ ഇങ്ങനെ ഇവിടെയൊക്കെയാണ് കേട്ടോ ആൾക്കാർ ദർശനത്തിന് വേണ്ടി ലൈൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടാവും, ആയിരക്കണക്കിന് 10,000 ആൾക്കാരുണ്ടാവും. നമ്മൾ അകത്ത് കയറി ദർശനം ചെയ്യണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം തന്നെ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടിയും വരും കേട്ടോ. ഈ ഒരു ഷിർഡി സായി ബാബയുടെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും നല്ല വിശ്വാസമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ തലേന്ന് ദിവസമോ അല്ലെങ്കിൽ രാവിലെ മുതലൊക്കെ വന്ന് ലൈനിൽ നിന്ന് ദർശനമൊക്കെ നടത്തിയിട്ട് പോകുന്ന ഒരു മന്ദിരമാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളിവിടെ ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നേ, പക്ഷെ അന്ന് അനിയന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവന് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ മുന്നേ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നേരമൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റാണ്ടിരുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ എല്ലാം കൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാന്നേ. നമ്മളെപ്പോഴും നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ എന്താ പറയുക ഈ പാർക്കിങ്ങിൻ്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ, നമ്മൾ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നല്ല ആൾക്കാരും ഉണ്ടാവും, മോശം ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ ജീവിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരും ഉണ്ടാവും. ചില ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ കൊണ്ട് പൈസ സമ്പാദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും അങ്ങനത്തെയൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വന്നപ്പോഴും അതുപോലൊരു പറ്റിയിട്ടാ. ഇവിടുന്ന് ഒരാൾ ഞങ്ങളോട് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം, നമ്മുടെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്താൽ മതി, ഭഗവാന് കൊടുക്കാൻ എന്തെങ്കിലും അതൊക്കെ ഷോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കാണിച്ചെന്നേ. എന്നിട്ട് പിന്നെ നമ്മൾ അവരെ കടയിലേക്ക് പോയ സമയത്തുണ്ടല്ലോ, പിന്നെ അവിടെ എല്ലാം വില കൂടിയ സാധനങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാധനം നിങ്ങൾ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളെ വണ്ടി അവിടുന്ന് എടുത്ത് മാറ്റിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വണ്ടി അവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പൈസ കൊടുത്ത് പാർക്ക് ചെയ്താലും ഇതുപോലെയുള്ള ആൾക്കാരുടെ പറ്റിപ്പിലൊന്നും വീടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടുന്ന് വണ്ടിയെടുത്ത് നമ്മൾ തന്നെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവരുടെ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ പുറത്ത് ഒരുപാട് കടകളുണ്ടായിരുന്നേ. ഇതിപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും പറശ്ശിനിക്കടവിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ചന്തകളും മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് കുഞ്ഞു ഷോപ്പുകൾ രണ്ട് സൈഡിലും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇവിടെ കളിപ്പാട്ടങ്ങളായാലും പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസ് ആയാലും എല്ലാം, തുണികളായാലും പിന്നെ ബാഗ് അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാത്തിൻ്റെ ഷോപ്പുകളും ഉണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ മാലകളൊക്കെ ഇല്ലേ, രുദ്രാക്ഷമാല അങ്ങനത്തത്, പിന്നെ പൂജാ സാധനങ്ങൾ, പിന്നെ ഭഗവാന്റെ ഒക്കെ വിഗ്രഹങ്ങൾ, പ്രസാദങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ആൾക്കാരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ ഏട്ടൻ വണ്ടി രണ്ടാമത് ആദ്യം അവിടെ നിന്ന് മാറ്റാൻ പോയ സമയത്ത് ഞാനും അമ്മയും കൂടി ഒന്ന് അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. മഴയുണ്ട്, അതുകൊണ്ട് മൊത്തം ചെളിയൊക്കെ ആയിരുന്നു, വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ റോഡിലൊക്കെ. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ, ഏട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ അകത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന്. ഇവിടെ നമ്മൾ കണ്ടത്, അതായത് ഞാൻ ശ്രദ്ധിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ എന്തൊക്കെയോ തന്നാൽ കഴിയുന്ന ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നേ. അവരിങ്ങനെ ചെറുതായിട്ട് മുല്ലപ്പൂ, കടല, അതുപോലെ മാങ്ങയില്ലേ പച്ചമാങ്ങ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിറ്റിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നേ. പിന്നെ കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് സൂക്ഷിക്കണോ, ഞങ്ങൾ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുറകെ കുറേ ആൾക്കാരുണ്ടായിരുന്നു.
പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ എന്താ വിചാരിക്കുക, ഇവിടെ ചെരുപ്പൊന്നും മൂരി വെക്കാൻ സ്ഥലമില്ല, അപ്പം നമ്മൾ ഇവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ചെരുപ്പ് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കൂലേ. പക്ഷേ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ പുറത്ത്, അതായത് നമ്മൾ ലൈൻ നിന്നിട്ട് ദർശനത്തിന് പോവില്ലേ, അവിടെയൊക്കെ ഫ്രീ ആയിട്ട് ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്കൊന്നും അതറിയില്ല. പക്ഷേ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിങ്ങനെ അറിയേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മളിവിടുന്ന് കുറേ സമയം നിന്ന സമയത്ത് അമ്മ പറഞ്ഞു നമുക്കെന്തായാലും മാങ്ങ വാങ്ങി ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മുളക് പൊടിയും ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഏട്ടൻ ഇങ്ങനെ വന്നു അങ്ങോട്ടേക്ക്. പിന്നെ ഏട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താന്ന് ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പോയേ. ഇതാണ് കേട്ടോ രണ്ടാമത് നമുക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ചെരുപ്പിൻ്റെ കാര്യം. ആദ്യം വണ്ടീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ രണ്ടാമത് പറ്റിയൊരു കാര്യം ഇതാണ്. ഇവർ നമ്മളോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി, പിന്നെ ചെരുപ്പ് ഇതുപോലെ ചാക്കിൽ സൂക്ഷിച്ച് വെക്കുക, എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ഈ പാക്കറ്റൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. ഇതിലൊരു ചതിവ് എന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രസാദമില്ലേ, ഇത് നമുക്ക് അമ്പലത്തിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ ആയിരുന്നു ആ ഷോപ്പുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും ചെരുപ്പ് അവിടെ വെച്ച് പിന്നെ ഇവിടുന്ന് ഒരു പ്രസാദവും വാങ്ങി. അകത്ത് അമ്പലത്തിൽ കൊടുക്കുന്നതാണെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പ്രസാദവും വാങ്ങിയിട്ടാണ് നമ്മൾ. അതും കൊണ്ടാണ് നമ്മളിനി ദർശനത്തിനകത്തോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ കാണുന്ന മാലകളൊക്കെ ഇല്ലേ, എല്ലാം 150, 200 മുകളിലുള്ള മാലകളൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്ന പാക്കറ്റുകൾക്കൊക്കെ നല്ല പൈസയുള്ളതായിരുന്നേ. അപ്പോൾ അവർ ചെരുപ്പ് ഒക്കെ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വില കൂടി ഇതൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ളൊരു ട്രിക്കാണ്. ഇത് അമ്പലത്തിൻ്റെ അല്ല കേട്ടോ, അമ്പലത്തിൻ്റെ പുറത്തുള്ള കച്ചവടക്കാരെയാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഹനുമാൻ സ്വാമീൻ്റെ അടുത്തും അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ദൈവത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നേ, അവിടെയൊക്കെ തൊഴുതതിന് ശേഷമാണ് സായിബാബേനെ കാണാൻ വേണ്ടി അകത്തോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എപ്പോഴും ഇവിടെ ഇങ്ങനെ തിരക്ക് തന്നെയാണേ. പിന്നെ നമുക്ക് ലൈനൊക്കെ നിന്നിട്ട് വേണം അകത്തോട്ട് പോയിട്ട് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് പല ടൈപ്പുള്ള അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ഇത് അവിടെ നമ്മൾ ലൈൻ നിൽക്കാൻ വന്ന സമയത്താണ് ഇത് കണ്ടത്. ഫ്രീ ആയിട്ട് ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ ഉണ്ടായിരുന്നേ. നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അതൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അവിടെ കുറേ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ സായിബാബേൻ്റെ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് കുറേ സമയം ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്, ഈ ഭക്ഷണശാലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെയും ഫുള്ള് ചന്തയായിരുന്നേ. ഇതുപോലെ കുഞ്ഞ് ഷോപ്പുകളായിരുന്നു കേട്ടോ മൊത്തം. ഇതുപോലെ തന്നെ തുണികളും ബാഗുകളും പിന്നെ ഫാൻസി സാധനങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നേ. അവിടുന്ന് നമ്മൾ നടന്ന് ചെരുപ്പാണെങ്കിൽ അവിടെ ഊരി കൊടുക്കുകയും ചെയ്തു. നമുക്ക് വീണ്ടും പിന്നെ അങ്ങോട്ടേക്ക് നടക്കണമെങ്കിൽ കുറേ ദൂരം ഉണ്ടായിരുന്നു. ഈ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ചെരുപ്പൊന്നും വീണ്ടും എടുക്കാത്തത് കൊണ്ട് ഞാനും അമ്മയും ചെരുപ്പിടാതെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് നടന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് വലിയൊരു ഹാളാണിത്. അവിടെ നമുക്ക് കൂപ്പൺ എടുക്കണം കേട്ടോ ഭക്ഷണത്തിന്. അപ്പോൾ കൂപ്പണൊക്കെ എടുത്ത് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടിപ്പോവാന്നേ. ലേറ്റായി എന്ന് വിചാരിച്ചിട്ട് ഓടുവാന്നേ. ഇതിങ്ങനെ ലൈനൊക്കെ നിൽക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ലേറ്റായി എന്ന് വിചാരിച്ചിട്ട് ഓടുന്നുണ്ടാണ് കേട്ടോ മൊബൈൽ ഇങ്ങനെ അനങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ലൈൻ നിൽക്കണം. പക്ഷേ എത്ര ആൾക്കാർ, 1000 ആൾക്കാരോ 10,000 ആൾക്കാരോ എത്ര ആൾക്കാരായാലും അവിടെ ലൈൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ നമുക്ക് ആ ഒരു തിരക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം എത്ര ആൾക്കാരെ വേണമെങ്കിലും ഒരേ സമയം ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ വിചാരിച്ചു നമുക്ക് സ്ഥലം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഹാളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്രയും വലിയ ഹാളാണത്. അപ്പോൾ നമുക്കിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇലേനെ കൊണ്ടുള്ള പ്ലേറ്റൊക്കെ ആയിരുന്നേ. ഇപ്രാവശ്യം വന്നപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഭക്ഷണം വിളമ്പുന്നതായിക്കോട്ടെ എല്ലാം നല്ല ക്ലീനാണ് അവിടെ. ക്ലീനും നീറ്റൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ 2-3 കറികളും ചോറും ചപ്പാത്തിയും നല്ല ശുദ്ധമായ വെള്ളവും ഇതൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത്. നല്ല ക്ലീനാണ്, ഫുള്ള് വലിയ ഏരിയ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങളിതാ തിരിച്ചു വരലായേ. അപ്പോൾ ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്, #ഷിർഡി എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. എന്നിട്ട് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ സമയത്തെ യാത്ര എന്ന് പറയുന്നത് രാവിലെ പറഞ്ഞതിൻ്റെ വേറൊരു അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നേ. രാവിലത്തെ യാത്രയും വൈകുന്നേരത്തെ യാത്രയും എല്ലാം ഇവിടെ നല്ല രസമായിരുന്നേ. അപ്പോൾ ഇതാ അച്ചും അനിയനും കൂടി വണ്ടിയിൽ വരുന്നുണ്ട്, നമ്മൾ കാറിലും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഉണ്ടായത്. രാവിലത്തെ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്, വൈകുന്നേരത്തെ അനുഭവം അതിനേക്കാളും നല്ലൊരു അനുഭവമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ സൺസെറ്റും പിന്നെ നല്ല മേഘാവൃതമായ ആകാശമൊക്കെ കണ്ട് കാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ഒരു തണുപ്പായിരുന്നു, ഏത് സമയത്ത് ഇവിടെ ഒരു തണുപ്പ് വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചെറിയ ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുപോലെ വണ്ടിയിൽ നല്ല പാട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കേട്ട് ഈ ഒരു യാത്ര എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്തു ഞാൻ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഒരു 5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടത്തേക്ക്. അങ്ങനെ ഞങ്ങളിതാ പോവുകയാണേ.